Hello students, today I am going to introduce you with a very strange reptile which was once thought to be as a living dinosaur or a relative of modern lizards. Actually, it is not a lizard and it is not a dinosaur. It is a very special reptile which have a unique position in the classification. So this is Sphenodon. Sphenodon is a living fossil. സ്ഫിനഡോൺ എന്ന് പറയുന്ന ഈ ഒരു അപൂർവമായ റെപ്റ്റൈലിൻ്റെ ക്യാരക്ടേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ഫിനഡോൺ ഒരു ഡൈനോസറിൻ്റെ വർഗത്തിൽ വരുന്ന ഗ്രൂപ്പുമല്ല, ഇന്ന് കാണുന്ന മോഡേൺ ലിസാർഡ്സിൻ്റെ ഗ്രൂപ്പിൽ വരുന്ന ഒരു ഓർഗാനിസവുമല്ല. അപ്പോൾ എന്താണ് സ്ഫിനഡോൺ, അതെങ്ങനെയാണ് ലിവിങ് ഫോസിലാവുന്നത്, ഇത്തരം കാര്യങ്ങൾ നമുക്ക് വരും സ്ലൈഡുകളിൽ നോക്കാം. സ്ഫിനഡോണിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് വി മസ്റ്റ് ലേൺ അബൌട്ട് ദി ക്യാരക്ടർ ഓഫ് സബ് ക്ലാസ് ലെപ്പിഡോസോറിയ. ലെപ്പിഡോസോറിയ എന്ന് പറയുന്ന സബ് ക്ലാസിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള പ്രത്യേകത എന്താണെന്ന് ആദ്യം നമുക്ക് നോക്കാം. ലെപ്പിഡോസോറിയയ്ക്ക് ഒരു പ്രത്യേകതയുള്ളത് ദേ ആർ ഡയാപ്സിഡ്സ്. ഡയാപ്സിഡ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, അവർക്ക് 2 ടെമ്പറൽ ഫോസൈ ഉണ്ട്. ദേ പോസസ് 2 ടെമ്പറൽ ഫോസൈ ആൻഡ് ആൻറ്റീരിയർ ഓർബിറ്റൽ ക്യാവിറ്റീസ് ആർ ആബ്സെൻറ്റ്. ആൻറ്റീരിയർ ഓർബിറ്റൽ ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ ഇത് ഓർബിറ്റ് അല്ലെങ്കിൽ കണ്ണിൻ്റെ സോക്കറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫ്രണ്ടിൽ വേറെ ക്യാവിറ്റീസ് ഒന്നുമില്ല. നെയർസ് ഉണ്ട്, നോസ്ട്രൽസ് ഉണ്ട്, അതല്ലാതെ ആൻറ്റീരിയർ ആയിട്ട് ഓർബിറ്റൽ ക്യാവിറ്റി ഒന്നും നമുക്ക് ഇവിടെ കാണാൻ കഴിയില്ല. പക്ഷെ 2 ടെമ്പറൽ ഫോസൈ കാണാൻ പറ്റും. കണ്ടോ, 2 ടെമ്പറൽ ഫോസൈ ഓർബിറ്റിൻ്റെ തൊട്ട് പുറകിലായിട്ട് കാണാൻ പറ്റും. ആൻഡ് ഹ്യൂമറസ് വിത്ത് 2 ഫൊറാമിന. ഹ്യൂമറസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം റിസ്റ്റ് ബോൺ, നമ്മുടെ ഹാൻഡിലെ ബോണാണ്. ഹാൻഡിലെ ബോണിൽ 2 ഫൊറാമിൻസ് ഉണ്ട്. ദാറ്റ് മീൻസ് 2 ചെറിയ ഹോൾസ് ഉണ്ട്. ആ ഹോൾസിനെ വിളിക്കുന്ന പേര് എൻഡ് എപ്പികോണ്ടൈലർ ഫൊറാമിന, അതുപോലെ എക്ട് എപ്പികോണ്ടൈലർ ഫൊറാമിന. ഇത്തരം 2 ഫൊറാമിന ചേർന്നിട്ടാണ് ഇവരുടെ ഹ്യൂമറസ് എന്ന് പറയുന്ന ഹാൻഡ് ബോൺ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം പ്രത്യേകത പറഞ്ഞു, 2 ടെമ്പറൽ ഫോസൈ ഉണ്ട്, ഡയാപ്സിഡ് ആണ്, പക്ഷെ ആൻറ്റീരിയർ ആയിട്ടുള്ള ഓർബിറ്റൽ ക്യാവിറ്റീസ് ഇവിടെ ഇല്ല. ഹ്യൂമറസിൽ തന്നെ 2 ഫൊറാമിനയുണ്ട്, എൻഡ് എപ്പികോണ്ടൈലർ ഫൊറാമിനയും എക്ട് എപ്പികോണ്ടൈലർ ഫൊറാമിനയും. അപ്പോൾ ഇതാണ് ഈ ലെപ്പിഡോസോറിയ എന്ന് പറയുന്ന സബ് ക്ലാസിൻ്റെ പ്രത്യേകത. ഈ ലെപ്പിഡോസോറിയ എന്ന് പറയുന്ന സബ് ക്ലാസ്സിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഓർഡറാണ് റിങ്കോസെഫാലിയ. സെഫാലിയ എന്ന് പറഞ്ഞാൽ സംതിങ് റിലേറ്റഡ് ടു സെഫാലിക് എഡ്ജ് അല്ലെങ്കിൽ എൻഡ്. സെഫാലിക് എന്ന് പറഞ്ഞാൽ മുഖത്തിൻ്റെ ഭാഗം. അപ്പോൾ റിങ്കോസെഫാലിയ എന്ന് പറയുമ്പോൾ ബീക്ക്ഡ് ആയിട്ടുള്ള മുഖം ഉള്ള അല്ലെങ്കിൽ ബീക്ക്ഡ് ആയിട്ടുള്ള ഹെഡ് റീജിയനുള്ള ജീവികൾ എന്നാണ് ഇതിൽ അർത്ഥം വരുന്നത്. സോ ബീക്ക് ഹെഡഡ് ആയിട്ടുള്ള റെപ്റ്റൈലാണ് ഇവിടെ വരുന്നത്. സി വി ക്യാൻ കൺസിഡർ ദിസ് ആസ് എ ബീക്ക് ലൈക്ക് സ്ട്രക്ചർ. കണ്ടോ, അറ്റം പ്രീ മാക്സിലറി റീജിയനിൽ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ടോ, ബീക്ക് പോലെ ഫ്രണ്ടിലോട്ട് വന്ന് നിൽക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കിയാലും കാണാൻ പറ്റും, ഒരു ബീക്ക് പോലത്തെ ഒരു സ്ട്രക്ചറായിട്ട് ഒരു മോഡിഫിക്കേഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ റിങ്കോസെഫാലിയ എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള സ്ഫിനഡോൺ വരുന്നത്. സ്ഫിനഡോൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ റിങ്കോസെഫാലിക്ക് അകത്ത് വരുന്ന മെമ്പേഴ്സ് നൊക്ടേണലാണ്. നൊക്ടേണൽ പറഞ്ഞാൽ രാത്രി കാലങ്ങളിൽ ആക്റ്റീവ് ആയിട്ടുള്ള ജീവികളാണ്. അധികം ജീവികളൊന്നുമില്ല. സ്ഫിനഡോണിൽ തന്നെ വരുന്ന 2 സ്പീഷീസുകൾ മാത്രമേ ഓർഡർ റിങ്കോസെഫാലിയയുടെ മെമ്പേഴ്സ് ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ റിങ്കോസെഫാലിയ എന്ന് പറഞ്ഞ് നിങ്ങൾ പഠിക്കുന്ന ഫീച്ചേഴ്സ് എല്ലാം തന്നെ സ്ഫിനഡോണിന്റെ ഫീച്ചേഴ്സ് ആണ്. അത് രണ്ടിലും വലിയ വ്യത്യാസമൊന്നുമില്ല. ഇനിയുള്ള സ്ലൈഡിൽ 2ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും ഫീച്ചേഴ്സ് എല്ലാം സിമിലർ ആണ്. ബിക്കോസ് റിങ്കോസെഫാലിയ എന്ന് പറയുന്ന ഓർഡറിനകത്ത് വരുന്നത് സ്ഫിനഡോൺ മാത്രമാണ്. ഓക്കെ, അപ്പോൾ ബീക്ക് ഹെഡഡ് റെപ്റ്റൈലാണ് ആദ്യത്തെ ഫീച്ചർ പറഞ്ഞു. നൊക്ടേണൽ ആയിട്ടുള്ള റെപ്റ്റൈലാണ്. നൊക്ടേണൽ എന്ന് പറയുമെങ്കിലും കുറച്ചുകൂടി ക്രെപ്പസ്കുലാർ കൂടിയാണെന്ന് നമുക്ക് പറയാം. ഈവനിങ് ആകുമ്പോൾ തന്നെ ആക്റ്റീവായി തുടങ്ങും. പകൽ സമയങ്ങളിൽ മാളങ്ങളിലാണ് ഇത് ജീവിക്കുന്നത്. ബറോയിങ് ഫോംസ് ആണ്. കുഴി ഉണ്ടാക്കി കുഴിക്കകത്ത് ജീവിക്കുന്ന ആൾക്കാർ. അപ്പോൾ കുഴിയുടെ പുറത്ത് തലയിട്ട് ബാസ്ക് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാറുണ്ട്. സ്വന്തമായിട്ട് ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാൻ കഴിയാത്ത ആൾക്കാരാണല്ലോ റെപ്റ്റൈൽസ്. അപ്പോൾ സൂര്യപ്രകാശത്തിൽ നിന്ന് ടെമ്പറേച്ചർ എടുത്തിട്ട് ബോഡി ടെമ്പറേച്ചർ 28 ഡിഗ്രി സെൽഷ്യസ് വരെ എല്ലാം അത് കൊണ്ടുപോയി ഇത് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. പകൽ സമയത്ത് ബാസ്ക് ചെയ്തിരിക്കുകയാണ് പതിവ്. നൊക്ടേണൽ ആയിട്ടുള്ള റെപ്റ്റൈൽ ആയതുകൊണ്ട് തന്നെ വൈകുന്നേരം ആകുമ്പോൾ ആക്റ്റീവായി തുടങ്ങും. അപ്പോൾ വൈകുന്നേരം ആക്റ്റീവായി തുടങ്ങുന്ന സമയം എന്ന് പറയുമ്പോൾ അതിൻ്റെ ബോഡി ടെമ്പറേച്ചർ നല്ലോണം കുറയാറുണ്ട്. ഒരു പക്ഷേ റെപ്റ്റൈലിൽ തന്നെ ഏറ്റവും കുറഞ്ഞ ബോഡി ടെമ്പറേച്ചറിൽ മെറ്റബോളിക് ആക്ടിവിറ്റി പെർഫോം ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ ആക്റ്റീവ് ആവുന്ന ഒരു റെപ്റ്റൈലാണ്
ഈ പറയുന്ന സ്ഫിനഡോൺ. സോ ഇറ്റ് ഈസ് എൻഡമിക് ടു ന്യൂസിലാൻഡ്. ദറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ന്യൂസിലാൻഡിൽ മാത്രമേ നമുക്ക് ഈ സ്ഫിനഡോണിനെ കാണാൻ കഴിയുള്ളൂ. ഒരു കാലത്ത് ലോകത്തെ എല്ലാ ഭാഗത്തും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരുന്ന ഒരു ഓർഗാനിസം ആയിരുന്നു ഈ പറയുന്ന സ്ഫിനഡോൺ ഉൾപ്പെടുന്ന റിങ്കോസെഫാലിയൻസ്. പക്ഷെ ഇപ്പൊ നമുക്കതിനെ കാണണമെങ്കിൽ ന്യൂസിലാൻഡിൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ. ന്യൂസിലാൻഡിന്റെ പുറമെ എവിടെയും ഇതിനിപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അറ്റ് പ്രസന്റ്. ഇറ്റ് ഈസ് ഹാവിങ് എൻ അക്രോഡോൺ ടീത്ത്. അക്രോഡോൺ ടീത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പോലെ തീക്കോഡോൺ ടീത്ത് അല്ല, അതായത് സോക്കറ്റിനകത്തല്ല ടീത്ത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, പകരം ബോണുമായിട്ട് ഒരു ഡയറക്റ്റ് അറ്റാച്ച്മെന്റ് ആണ് അവിടെ ഉള്ളത്. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ അപ്പർ ജോല് 2 റോ ടീത്ത് ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ നോക്കിയുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. മറ്റേത് ജീവികളിലും നമുക്കത് അങ്ങനെ കാണാൻ കഴിയില്ല. റെപ്റ്റൈലില് ഒരു റോ, അതിന്റെ അടിയിൽ മറ്റൊരു റോ, 2 റോ ആയിട്ടുള്ള ടീത്താണ് അപ്പർ ജോലുള്ളത്. ലോവർ ജോലാണെങ്കിൽ സിംഗിൾ റോ ആണ്. ആ സിംഗിൾ റോ പറയുന്നത് ഇതിന്റെ ഇടയിലായിട്ട് അറ്റാച്ച് ചെയ്ത് നിൽക്കും. ഓക്കെ, സോ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഡെന്റേഷനാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുക. അക്രോഡോൺ ടീത്ത് ആണ്, പക്ഷെ അപ്പർ ജോല് 2 റോ ആയിട്ടും ലോവർ ജോല് ഒറ്റ റോ ആയിട്ടും ആണ് ഇതിന്റെ ടീത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ പ്രീ മാക്സിലറി ടീത്ത് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു. പ്രീ മാക്സിലറി ടീത്ത് ഇല്ല, പകരം ഇറ്റ് ഈസ് റീപ്ലേസ്ഡ് ബൈ ചിസൽ ഷേപ്ഡ് എക്സ്റ്റൻഷൻ ഓഫ് പ്രീ മാക്സിലറി ബോൺസ്. പ്രീ മാക്സിലറി ബോൺ ഒരു തരം ചിസൽ പോലെ, ഇങ്ങനെ ഉളി പോലെ ഒരു സ്ട്രക്ചറായിട്ട് മാറിയിട്ടുണ്ട് ഫ്രണ്ടിലോട്ട്. അതാണ് ബീക്ക് എന്ന് പറഞ്ഞ് നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞു, ബീക്ക് ലൈക്ക് സ്ട്രക്ചർ എന്ന് പറഞ്ഞു. റിങ്കോസിഫാലിയ എന്നുള്ള പേര് വരാൻ തന്നെ കാരണം ആ ഒരു ചിസൽ ലൈക്ക് സ്ട്രക്ചറാണ്. ആൻഡ് ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ഇൻഅസസബിൾ ക്ലിഫ് ബൗണ്ട് ഐലൻഡ്സ്. ന്യൂസിലാൻഡ് എന്ന് പറയുന്ന ഒരു ദ്വീപ് സമൂഹമാണ്, നിങ്ങൾക്കറിയാം. അതിൽ തന്നെ നമുക്ക് കയറി ചെല്ലാൻ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ചെകുത്തായ പാറകളുടെ മുകളിലാണ് ഇത് കൂടുതലും കാണാറ്. അങ്ങനെ നമുക്ക് എന്നാ പിന്നെ ന്യൂസിലാൻഡിൽ പോയിട്ട് സ്ഫിനഡോണിനെ ഡയറക്റ്റ് കാണാന്ന് പറയാൻ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ഈവൻ ദോ നമുക്ക് എന്നാ പിന്നെ അഡ്വഞ്ചറസ് ആയിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചാലും ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്, ബിക്കോസ് ന്യൂസിലാൻഡ് ഗവൺമെന്റ് ഇതിനെ വളരെ നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഒരു ടുവാട്ടാറയുടെ ആവറേജ് ലൈഫ് സ്പാൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, ടുവാട്ടാറ എന്ന് കൂടി ഇതിനെ വിളിക്കാറുണ്ട് കേട്ടോ. സ്ഫിനഡോണിന്റെ മറ്റൊരു പേരാണ് ടുവാട്ടാറ. എന്തുകൊണ്ട് ടുവാട്ടാറ എന്നുള്ളത് ഞാൻ വരും സ്ലൈഡുകളിൽ പറയാം. ആ പേര് എങ്ങനെ വന്നു എന്നുള്ളത് പറയാം. ടുവാട്ടാറയുടെ ആവറേജ് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 60 വർഷമാണ്. പക്ഷെ ഇതിന് 100 വർഷം വരെ ജീവിക്കാൻ കഴിയുമെന്നും നമുക്ക് എവിഡൻസുകളുണ്ട്. അപ്പോൾ 100 വർഷം വരെ ജീവിക്കാറുണ്ട് ഇവര്. 60 വർഷമാണ് ഇതിന്റെ ആവറേജ് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. അതിനൊരു കാരണമായിട്ട് പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ ഇതിന്റെ ഗ്രോത്ത് റേറ്റ് വളരെ സ്ലോ ആണ്. അതുപോലെ മെറ്റബോളിക് ആക്ടിവിറ്റിയും വളരെ സ്ലോ ആണ്. ഗ്രോത്ത് റേറ്റ് വളരെ സ്ലോ ആണ്. അതുപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി ഡെവലപ്പ് ചെയ്യുന്ന കാലഘട്ടവും വളരെ പതുക്കെയാണ് ഡെവലപ്പ് ചെയ്യുന്നുള്ളൂ. സോ അങ്ങനെ വളരെ സ്ലോ ആയിട്ടുള്ള രീതിയിൽ ഡെവലപ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ജീവികളാണ് സ്ഫിനഡോൺ എന്ന് പറയുന്നത്. സ്ഫിനഡോണിൽ ഇപ്പോൾ 2 സ്പീഷീസ് ആണ്, ടുവാട്ടാറ അല്ലെങ്കിൽ സ്ഫിനഡോണിൽ 2 സ്പീഷീസ് ആണ് ഇപ്പോൾ ഉള്ളത്. സ്ഫിനഡോൺ ഗുന്തറിയും സ്ഫിനഡോൺ പങ്ക്ടേറ്റസും. ആക്ച്വലി ഒരു സ്പീഷീസ് മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒത്തിരി ബയോളജിസ്റ്റുകൾ ഇപ്പോഴും ഉണ്ട്. പക്ഷെ ജനറ്റിക് ആയിട്ടുള്ള സ്റ്റഡീസിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അത് 2 സ്പീഷീസ് ആയി കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നുണ്ട്. നോർത്തേൺ ന്യൂസിലാൻഡിലുള്ള സ്പീഷീസ് ഒരു സെപ്പറേറ്റ് സ്പീഷീസും അതുപോലെ സദേൺ ന്യൂസിലാൻഡിലുള്ളത് വേറെ സ്പീഷീസും ആണെന്ന് വിശ്വസിക്കുന്ന കുറച്ച് കൂട്ടരുണ്ട്. അതല്ല, സ്ഫിനഡോൺ എല്ലാം ഒറ്റ സ്പീഷീസ് ആണ്, പങ്ക്ടേറ്റസ് എന്ന് പറയുന്ന സ്പീഷീസ് ആണെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടര് വേറെയും ഉണ്ട്. സോ ഇനി ഇതിന്റെ കൂടുതൽ ക്യാരക്ടേഴ്സിലേക്ക് പോവാം. ഇതിന്റെ ബോഡി എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം ഡൈനോസറിന്റെ ലിവിങ് ഡൈനോസർ ആണോ എന്നെല്ലാം ആദ്യം പറഞ്ഞു വന്നെങ്കിലും നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ ഒത്തിരി വലിയൊരു ഭീമാകാരമായിട്ടുള്ള ഒരു ലിസാർഡ് ആണെന്നുള്ള ചിന്തയൊന്നും വേണ്ട. ഇതിന് വേറെ 50 മുതൽ 60 സെന്റിമീറ്റർ വരെ വലുപ്പമേ ഇതിനുള്ളൂ. ഏകദേശം 1.25 കിലോ തൂക്കേ ഉള്ളൂ ഇതിന്. ഇലോങ്ങേറ്റ് ആണ്, ലിസാർഡിലേക്കാണ് കണ്ട ഒരു ലിസാർഡിന്റെ ഒരു അപ്പിയറൻസ് തന്നെയാണ്. അത് ഇലോങ്ങേറ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ തന്നെയാണ്. ലിംസ് പെൻറ്റാഡാക്റ്റൈൽ ആണ്. പെൻറ്റാഡാക്റ്റൈൽ പറയുമ്പോൾ ഓരോ കൈകളിലും 5 ഡിജിറ്റ്സ് ഉള്ള ലിംസ് ആണ്. ക്ലൗഡ് ആണ്. നിങ്ങൾ ആദ്യത്തെ പിക്ചർ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകേണ്ട ഇറ്റ് ഈസ് വെരി ക്ലൗഡ്. കണ്ടോ, നല്ല ഫോസോറിയൽ അഡാപ്റ്റേഷന് പറ്റുന്ന രീതിയിൽ മണ്ണിനെ നന്നായിട്ട് ഇളക്കി മറിക്കാൻ പാകത്തിലുള്ള നല്ല ഷാർപ്പായിട്ടുള്ള ക്ലോസും പിന്നെ അതുപോലെ തന്നെ ഹാൻഡും ആണ് ഇതിനുള്ളത്. അപ്പോൾ ലിംസ് പെൻറ്റാഡാക്റ്റൈൽ ആണ്, ക്ലൗഡ് ആണ്, ബറോയിങ് ഫോംസ് ആണ്. ബറോയിങ് ഫോംസിനെ വിളിക്കുന്ന പേരാണ് ഫോസോറിയൽ. ഫോസോറിയൽ എന്ന് പറഞ്ഞാൽ ബറോയിങ് ഫോംസ് എന്നാണ് അർത്ഥം. ഇനി സ്കിൻ ഈസ് കവേർഡ് ബൈ ഗ്ലാൻഡുലാർ സ്കെയിൽസ്. സ്കെയിൽസ് ഒത്തിരി നല്ല ടൈറ്റായി പാക്ക് ചെയ്തിട്ടുള്ള സ്കെയിൽസ് ആണ് ഇതിന്റെ മീതെ ഉള്ളത്. അതിന് പുറമെ ദർ ഇസ് എ മിഡ് ഡോർസൽ സ്പൈനി ക്രസ്റ്റ്.
നിങ്ങൾ ഡോർസൽ സൈഡിൽ മിഡിലായിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒത്തിരി സ്പൈനി ആയിട്ടുള്ള ക്രസ്റ്റുകൾ കാണാൻ പറ്റും, അല്ലെങ്കിൽ ഫ്രിൽ ഓഫ് സ്പൈൻസ് കാണാൻ പറ്റും. ആ ഒരു ഫ്രിൽ ഓഫ് സ്പൈൻസ് ആണ് ഇതിന് ശരിക്കും ടുവാട്ടാറ എന്നുള്ള പേര് കൊടുത്തത്. മൗറി എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ഉണ്ട് ന്യൂസിലാൻഡിൽ. അതിൽ ടുവാട്ടാറ എന്ന് പറഞ്ഞാൽ ഫ്രിൽ ഓഫ് സ്പൈൻസിനെ വിളിക്കുന്ന പേരാണ്. ഫ്രിൽ ഓഫ് സ്പൈൻസിനെ മൗറിയിൽ വിളിക്കുന്നത് ടുവാട്ടാറ എന്നാണ്. അതുകൊണ്ടാണ് സ്ഫിനഡോണിന് ടുവാട്ടാറ എന്നുള്ള പേര് വരാൻ കാരണം. സ്കള്ള് ഡയാപ്സിഡ് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡയാപ്സിഡിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാം, 2 ടെമ്പറൽ ഫോസയാണ് ഇവർക്കുള്ളത്. നേസൽ ഓപ്പണിംഗ് സെപ്പറേറ്റ് ആണ്. നേസൽ ഓപ്പണിംഗ് കുറച്ച് മുമ്പ് സ്കള്ളിൽ നിങ്ങൾ കണ്ടിരുന്നു, ഓർബിറ്റിന്റെ ഫ്രണ്ടിലായിട്ട്. ഇതിന്റെ മറ്റൊരു വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ, സാധാരണഗതിയിൽ നമുക്കെല്ലാം തൊറാസിക് ആയിട്ടുള്ള റിബ്സ് ഉണ്ടാവും, നമ്മുടെ ചെസ്റ്റിന്റെ ഭാഗത്ത് റിബ്സ് ഉണ്ടാവും, വാരിയെല്ലുകൾ. പക്ഷെ ഈ ഒരു ഗ്രൂപ്പിന് അബ്ഡോമിനൽ റിബ്സ് ഉണ്ട്. അബ്ഡോമിനൽ റിബ്സ് ഉള്ള മറ്റൊരു വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ജീവി വർഗം എന്ന് പറയുന്നത് ക്രൊക്കോഡൈൽസ് ആണ്. മുതലകളിലാണ് അബ്ഡോമിനൽ റിബ്സ് നമ്മൾ കൂടുതൽ കാണാൻ കഴിയുക, നമുക്ക് കൂടുതൽ കാണാൻ കഴിയുക റെപ്റ്റൈൽസിൽ. പക്ഷെ ഇവിടെ മുതലകളിലെ കൂടാതെ സ്ഫിനഡോണിനും കൂടെ അബ്ഡോമിനൽ റിബ്സ് ഉണ്ട്. അബ്ഡോമിനൽ റിബ്സ് എന്ന് പറഞ്ഞാൽ വയറിന്റെ ഭാഗത്ത് റിബ്സ്. അതിനെ നമ്മൾ ഗ്യാസ്ട്രേലിയ എന്ന് വിളിക്കുക. ഗ്യാസ്ട്രേലിയ എന്ന് പറയുന്നത് അബ്ഡോമിനൽ റിബ്സിന്റെ മറ്റൊരു പേരാണ്. ഓക്കെ, വാരിയെല്ലുകളുടെ കാര്യമാണ് പറഞ്ഞത്. വാരിയെല്ലുകൾ ചെസ്റ്റിന്റെ ഭാഗത്ത് മാത്രമല്ല, വയറിന്റെ ഭാഗത്തും ഇവർക്കുണ്ട്. തൊറാസിക് റിബ്സ്, ഇനി ഞാൻ പറഞ്ഞു ചെസ്റ്റിന്റെ ഭാഗത്തുള്ള വാരിയെല്ല് ആണെങ്കിൽ അത് ഡബിൾ ഹെഡഡ് ആണ്. ഡബിൾ ഹെഡഡ് പറയുമ്പോൾ 2 പ്രൊജക്ഷനുള്ള വാരിയെല്ലുകളാണ്. അത് മാത്രമല്ല, അതിന് അൺസിനേറ്റ് പ്രോസസ് ഉണ്ട്. അൺസിനേറ്റ് പ്രോസസ് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ലാറ്ററൽ പ്രൊജക്ഷൻ കൂടി കാണുന്നുണ്ട്. ഇതിൽ ഞാൻ പിക്ചർ വെച്ചിട്ടില്ല. ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകളിൽ നിങ്ങൾ സ്കെൽറ്റൽ സിസ്റ്റം ഒക്കെ പഠിക്കുമ്പോൾ അൺസിനേറ്റ് പ്രോസസ്സ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇത് കൂടുതലും കാണുന്നത് ബേർഡ്സിലാണ്. അപ്പോൾ ബേർഡ്സിന്റെ ഫീച്ചർ ഷെയർ ചെയ്യുന്നുണ്ട്, ക്രൊക്കോഡൈലിന്റെ ഫീച്ചർ ഷെയർ ചെയ്യുന്നുണ്ട്. ബേർഡ്സിന്റെ ഏത് ഫീച്ചറാണ് ഷെയർ ചെയ്യുന്നത്? റിബ്സിൽ, തൊറാസിക് റിബ്സിൽ അൺസിനേറ്റ് പ്രോസസ് ഉണ്ട്. അതായത് റിബ്സിന്റെ ലാറ്ററലായിട്ട് ഒരു ചെറിയ എലോങ്ങേഷൻ ഉണ്ട് ഇതിന്. പിന്നെ ഇതിന്റെ ജോന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിന്റെ കോഡ്രൈറ്റ് ബോണ് ഇമ്മൂവബിൾ ആണ്. ഇമ്മൂവബിൾ പറയുമ്പോൾ അധികം വലുതായി വായ തുറന്ന് മാനുവർ ചെയ്യാനൊന്നും ഇവർക്ക് കഴിയില്ല. അങ്ങനെ കോഡ്രൈറ്റ് ബോൺ ഇമ്മൂവബിൾ ആയിട്ടുള്ള സ്ട്രക്ചർ ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് മോണിമോ സ്റ്റൈലിക് ജോ സസ്പെൻഷൻ എന്നാണ് വിളിക്കുക. സോ മോണിമോ സ്റ്റൈലിക് ജോ സസ്പെൻഷൻ ഈസ് എ ടൈപ്പ് ഓഫ് ജോ സസ്പെൻഷൻ ഇൻ വിച്ച് ദി കോഡ്രൈറ്റ് ബോൺ ഈസ് ഇമ്മൂവബിൾ ഓർ ഫിക്സഡ്. ഓക്കെ, so moving further, so there is a pro-atlas between the skull and atlas. യൂഷ്വലി സ്കള്ളും ആദ്യത്തെ വെർട്ടിബ്ര ആയിട്ടുള്ള അറ്റ്ലസും ജോയിൻ ചെയ്യുക, അതിൻ്റെ ഇടയിൽ മറ്റൊരു വെർട്ടിബ്രയും ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ സ്കള്ള് കഴിഞ്ഞാൽ അറ്റ്ലസിന് തൊട്ട് മുന്നായിട്ട് ഒരു പ്രോ അറ്റ്ലസ് ഉണ്ട്. പ്രോ എന്നുള്ള പേരിൽ തന്നെ നിങ്ങൾക്ക് ഓർക്കാൻ എളുപ്പമാണ്. അറ്റ്ലസിന് തൊട്ട് മുൻപ് എന്ന അർത്ഥമാണ് പ്രോ അറ്റ്ലസിനുള്ളത്. സോ ദർ ഇസ് എ പ്രോ അറ്റ്ലസ് ബിറ്റ്വീൻ സ്കൾ ആൻഡ് അറ്റ്ലസ്. ആൻഡ് വെർട്ടിബ്രേ ആംഫിസിലസ് ആണ്. ആംഫിസിലസ് എന്ന് പറയുമ്പോൾ ബൈകോൺകേവ്. നേരത്തെ നമ്മൾ ഈ ആംഫിസിലസ് എന്താന്നുള്ളത് നോക്കിയിരുന്നു. ആംഫിസിലസ് വെർട്ടിബ്രേ റെപ്റ്റൈലിന്റെ ക്യാരക്ടേഴ്സ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു. ആംഫിസിലസ് എന്ന് പറയുമ്പോൾ 2 ഭാഗവും കോൺകേവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബൈകോൺകേവ് ആയിട്ടുള്ള വെർട്ടിബ്രയാണ് ആംഫിസിലസ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ വെരി സ്പെഷ്യൽ വെർട്ടിബ്രേ വിച്ച് ഇസ് സീൻ ഇൻ സ്ഫിനഡോൺ. പിന്നെ അതുപോലെ തന്നെ ഈ വെർട്ടിബ്രേന്റെ ഇടയിൽ നോട്ടോകോഡിന്റെ വെസ്റ്റേജും കാണാറുണ്ട്. നോട്ടോകോഡിന്റെ വെസ്റ്റേജ് അങ്ങനെ എല്ലാ ജീവികളിലും കാണാറില്ല. പക്ഷെ ഇതിൽ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നോട്ടോകോഡിന്റെ ബാക്കി പത്രങ്ങൾ കാണാൻ പറ്റും. ഇതിന്റെ ക്ലോയേക്കൽ അപ്പേർച്ചർ എന്ന് പറയുന്നത് ട്രാൻസ്വേഴ്സ് ആണ്. ക്ലോയേക്കയാണ് ഇതിന്റെ എക്സ്ക്രീറ്ററി ഓപ്പണിംഗ്, എനസ് അല്ല. അപ്പൊ അതിന്റെ ക്ലോയേക്കൽ അപ്പേർച്ചർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ട്രാൻസ്വേഴ്സ് ആയിട്ടായിരിക്കും അതിന്റെ ഷേപ്പ് ഉണ്ടാവുക. പിന്നെ ഇതിനൊരു എക്സ്റ്റേണൽ കോപ്പുലേറ്ററി ഓർഗൻസ് ഇല്ല. നിങ്ങൾക്കറിയാം, ഫെർട്ടിലൈസേഷൻ ടെറസ്ട്രിയൽ മോഡിലേക്ക് വന്നപ്പോൾ അല്ലെങ്കിൽ റെപ്റ്റൈലിൽ ഉണ്ടായ ഏറ്റവും വലിയൊരു പ്രത്യേകത പറയുന്നത് അതിന്റെ എക്സ്റ്റേണൽ കോപ്പുലേറ്ററി ഓർഗൻസ് ആയിരുന്നു. പക്ഷെ എക്സ്റ്റേണൽ കോപ്പുലേറ്ററി ഓർഗൻസ് ഇവിടെ ആബ്സെന്റ് ആണ് മെയിലിന്. ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ക്ലോയേക്കൽ അപ്പോസിഷൻ എന്ന് പറയുന്നൊരു മെത്തേഡിലൂടെയാണ്. ഫീമെയിലിന്റെയും മെയിലിന്റെയും ക്ലോയേക്കകൾ തമ്മിൽ ചേർത്ത് വെച്ച് ഉള്ളൊരു ഫെർട്ടിലൈസേഷനാണ് അവിടെ നടക്കുന്നത്. അതിനെ ക്ലോയേക്കൽ കിസ് എന്നും കൂടി വിളിക്കാറുണ്ട്. സോ ഇറ്റ്സ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫെർട്ടിലൈസേഷൻ ഇൻ വിച്ച് there is no external copulatory organ. ഓക്കെ, പിന്നെ ഇതിന്റെ നേരത്തെ ഞാൻ പറഞ്ഞു, ഇതിന്റെ സെക്ഷൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത് ഒത്തിരി വൈകിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇതിൽ 20 വർഷം എഴുതിയിട്ടുണ്ടെങ്കിലും 20 മുതൽ 35 വർഷം വരെ ഡിലേ ആവാറുണ്ട് സെക്ഷൽ മെച്യൂരിറ്റി വരാൻ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ ഫീമെയില് 4 കൊല്ലം കൂടുമ്പോഴേ മുട്ടയിടാറുള്ളൂ.
അപ്പോൾ 4 കൊല്ലം ഗ്യാപ്പും ഉണ്ട്. സോ ഇതിന്റെ ഡെവലപ്മെന്റ് രീതി നിങ്ങളൊന്ന് ആലോചിച്ചു. ഒന്നാമത് വളരെ പതുക്കെയാണ് വരുന്നത്. പിന്നെ എഗ്ലേജ് ചെയ്ത് തുടങ്ങിയാലും 35 കൊല്ലം കഴിഞ്ഞിട്ട് എഗ്ലേജ് ചെയ്ത് തുടങ്ങിയാലും 35 കഴിഞ്ഞാൽ പിന്നെ 39ാമത്തെ കൊല്ലം രണ്ടാമത് എഗ്ലേജ് ചെയ്യുള്ളൂ. അങ്ങനെ എഗ്ലേജ് ചെയ്യുന്നത് കൂടുതലും സ്പ്രിംഗ് സമയത്തായിരിക്കും. സ്പ്രിംഗ് സമയം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഏകദേശം ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലൊക്കെ ആയിട്ട് വരും. ആ സമയത്ത് അവിടെ ന്യൂസിലാൻഡിൽ സ്പ്രിംഗ് ടൈമിൽ ഫീമെയിൽ എന്താ ചെയ്യുക പറഞ്ഞാൽ എഗ് ലേ ചെയ്യാറാകുമ്പോൾ എക്സ്കവേറ്റ് ചെയ്യും. എക്സ്കവേറ്റ് ചെയ്യുക പറഞ്ഞാൽ മണ്ണെല്ലാം കുഴിച്ച് മാന്തി അതിനകത്ത് 6 മുതൽ 15 വരെയുള്ള എഗ്ഗുകൾ അതിനകത്ത് ലേ ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ് മണ്ണ് മൂടിയിട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ ആ ഭാഗത്തോട്ട് തിരിഞ്ഞു നോക്കില്ല. ദാറ്റ് മീൻസ് ദർ ഈസ് നോ പാരന്റൽ കെയർ. ഇറ്റ് ഈസ് ഹാവിംഗ് ദി ലോങ്സ്റ്റ് ഇൻക്യുബേഷൻ ബൈസ് ആണ്. പിന്നെയുള്ളത് 12 മുതൽ 15 വരെയുള്ള മാസങ്ങൾ, ഏകദേശം 1 കൊല്ലവും 3 മാസവും എടുക്കുന്നുണ്ട് ഇതിന്റെ ഇൻക്യുബേഷന് വേണ്ടിയിട്ട്. അത്രയും മാസങ്ങൾ കഴിഞ്ഞിട്ട് 15ഓളം മാസം കഴിഞ്ഞിട്ടാണ് ഇതിന്റെ കുഞ്ഞ് പുറത്ത് വരാറ്. എനിക്ക് തോന്നുന്നു റെപ്റ്റൈലിൽ തന്നെ ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള ഇൻക്യുബേഷൻ പീരീഡ് ആണ് 15 മന്ത്സ് എന്ന് പറയുന്നത്. ഇനി കുഞ്ഞ് പുറത്ത് വരുമ്പോൾ അവർക്ക് കെറങ്കിൾ ഉണ്ട്. കെറങ്കിളിന്റെ പ്രത്യേകത എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു. പാരന്റൽ കെയർ ഇല്ലാത്ത ജീവികളിൽ കുഞ്ഞിന് തനിയെ അതിന്റെ മുട്ട പൊട്ടിച്ച് പുറത്തോട്ട് വരണം. അപ്പൊ ഷെല്ല് പൊട്ടിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടെമ്പററി ആയിട്ടുള്ള ടൂത്താണ് കെറങ്കിൾ എന്ന് പറയുന്നത്. അത് നമ്മൾ കിലോണിയെ പഠിപ്പിച്ച സമയത്ത് ഞാൻ കെറങ്കിൾ എന്താന്നുള്ളത് കാണിച്ചു തന്നിരുന്നു, പിക്ചറിൽ കാണിച്ചു തന്നിരുന്നു. സ്ഫിനോഡോണിന് നമ്മൾ മറ്റൊരു പ്രത്യേകത പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ ഓൾഡസ്റ്റ് ലിവിങ് റെപ്റ്റൈൽ. ഇപ്പൊ ജീവിച്ചിരിക്കുന്ന റെപ്റ്റൈലിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന, ഏറ്റവും ആദ്യം ഡെവലപ്പ് ചെയ്തിട്ടുള്ള റെപ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഇപ്പൊ ജീവിച്ചിരിക്കുന്നതിൽ കേട്ടോ, അതിനെ നമുക്ക് സ്ഫിനോഡോൺ ആയിട്ട് പറയാം. സോ ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ടു ബി ആസ് എ ലിവിങ് ഫോസിൽ. നിങ്ങൾക്ക് ചോദ്യപേപ്പറിൽ ചോദ്യങ്ങൾ വരുന്നത് കൂടുതലും എന്തുകൊണ്ട് സ്ഫിനോഡോണിനെ ലിവിങ് ഫോസിൽ എന്ന് പറയുന്നു, എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേക ക്യാരക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഇപ്പൊ ലിവിങ് ഫോസിൽ എന്ന് പറയാൻ കാരണം എന്താ പറഞ്ഞാൽ പെർമിയൻ കാലഘട്ടത്തിൽ ഉണ്ടായിട്ട് ഇത്രയും കാലമായിട്ട് യാതൊരു മാറ്റവും ഇല്ലാതെ ജീവിക്കുന്ന ഒരു ഓൾഡസ്റ്റ് ലിവിങ് റെപ്റ്റൈൽ ഗ്രൂപ്പാണ് റിങ്കോസെഫാലിയ. ആ റിങ്കോസെഫാലിക്കകത്ത് വരുന്ന ജീവിയാണ് സ്ഫിനോഡോൺ അല്ലെങ്കിൽ ടുവാട്ടാറ. ഓക്കെ, ഇറ്റ് ഈസ് കോമൺലി കോൾഡ് ആസ് ടുവാട്ടാറ. ടുവാട്ടാറ മീൻസ് ദ പീക്ഡ് ബാക്ക് ഇൻ മാവോറി. പീക്ഡ് ബാക്ക് എന്ന് പറഞ്ഞാൽ ഡോർസൽ ക്രസ്റ്റ് ഓഫ് ഇറക്ട് സ്പൈൻസ്. ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഇറക്ട് സ്പൈൻസ് ഡോർസൽ ക്രസ്റ്റിൽ ഉള്ളത് കൊണ്ടാണ് ഇതിന് ടുവാട്ടാറ എന്നുള്ള പേര് വന്നിട്ടുള്ളത്. ടുവാട്ടാറ എന്നുള്ള മാവോറി വാക്കിൽ നിന്നാണ് ആ പേര് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അതിന്റെ താഴെ എഴുതിയിരിക്കുന്നത് നോക്കൂ. ഇറ്റ് ഈസ് ദ ലാസ്റ്റ് ലിവിങ് വിറ്റ്നസ് ഓഫ് ബൈഗോൺ ഏജസ്. കടന്നു പോയ നൂറ്റാണ്ടുകൾ അല്ലെങ്കിൽ ജിയോളജിക്കൽ ടൈം സ്കെയിലിന്റെ ഇപ്പോഴും ഉള്ള ഏക ദൃക്സാക്ഷിയാണ് സ്ഫിനോഡോൺ എന്ന് പറയുന്നത്. സോ ദേ ആർ നൊക്ടേണൽ, ദേ ആർ കാർണിവോറസ്, ലിവിങ് ഇൻ ബറോസ്. കാർണിവോറസ് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇൻവെർട്ടിബ്രേറ്റ്സിനെയാണ് ഇത് ഫീഡ് ചെയ്യുക. ബറോസിലാണ് ജീവിക്കാറ്, മാള ഉണ്ടാക്കിയ മാളത്തിനകത്താണ് ജീവിക്കാറ്. നൊക്ടേണലാണെന്നുള്ള കാര്യം നേരത്തെ പറഞ്ഞു. സ്കെയിലി സ്കിന്നിന്റെ കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ടൈൽ ഇച്ചിരി ലോങ് ആണ്, ബോഡിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല നീളമുള്ള ടൈലാണ്. അത് മാത്രമല്ല സ്ലൈറ്റ്ലി ഫ്ലാറ്റൻഡ് ആണ്. ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള ടൈല് കൂടിയാണ് ഈ സ്ഫിനോഡോണിനുള്ളത്. പിന്നെ ക്ലൗഡ് ആയിട്ടുള്ള പെന്റാഡാക്റ്റൈൽ ലിംസിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് പ്ലാന്റിഗ്രേഡ് ആണ്. പ്ലാന്റിഗ്രേഡ് പറയുമ്പോൾ അത്യാവശ്യം നിലത്തോട് പതിഞ്ഞ് മൂവ് ചെയ്യുന്ന ഒരു ഓർഗാനിസം ആണ് ഈ സ്ഫിനോഡോൺ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. കുറച്ചും കൂടി പതിഞ്ഞ് എണീറ്റ് നിന്ന് പോകുന്ന പോലെയല്ല, കുറച്ച് പതിഞ്ഞ് പോകുന്ന പോലെയുള്ള മൂവ്മെന്റ് ആണ് ഇവർക്ക് കൂടുതലുള്ളത്. ആൻഡ് ദേ എക്സ്ക്രീറ്റ് ഇൻ യൂറിക് ആസിഡ്. എക്സ്ക്രീഷൻ എന്ന് പറയുന്നത് യൂറിക് ആസിഡ് ആണ് എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. And they are one of the few groups of reptiles that can active at low body temperature. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ 8 മുതൽ 10 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള സമയത്ത്, അതായത് രാത്രി സമയങ്ങളിൽ വളരെ ആക്റ്റീവ് ആവുന്ന ഒരു ഗ്രൂപ്പാണ് സ്ഫിനോഡോൺ. അപ്പൊ അത്രയും ലോവസ്റ്റ് ടെമ്പറേച്ചറിൽ ആക്റ്റീവ് ആവാൻ കഴിയുന്ന മറ്റൊരു റെപ്റ്റൈലിനെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഇനിയിപ്പോൾ ഇതിന്റെ ഐസ് പറയുകയാണെങ്കിൽ ഐസ് ഒരു വെർട്ടിക്കൽ പ്യൂപ്പിളാണ്. ഐസ് അത്യാവശ്യം വലുതാണ്. അതിനകത്തുള്ള പ്യൂപ്പിൾ എന്ന് പറയുന്നത് വെർട്ടിക്കലാണ്, ഷേപ്പ് വെർട്ടിക്കലാണ്. പെക്ടൻ എന്ന് പറയുന്ന സ്ട്രക്ചർ ഉള്ളിലില്ല. പെക്ടൻ എന്ന് പറയുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചർ ഉണ്ട്. അത് നിങ്ങൾ ഇതിന്റെ ടൈപ്പിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പൊ അതെന്താന്ന് ആ സമയത്ത് പറയാം. പിന്നെ ഇതിന്റെ മറ്റൊരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ഡെവലപ്മെന്റില്, ഇതിന്റെ ആദ്യത്തെ 35 കൊല്ലം എന്ന് പറയില്ലേ, ആ സമയത്ത് ഇതിന്റെ തലയിലായിട്ട് 2 കണ്ണുകളുടെയും മീതെയായിട്ട് നെറ്റിയുടെ ഭാഗത്തിലൊക്കെ ആയിട്ട് ഒരു 3ാമത്തെ കണ്ണുണ്ട്. അത് ഏകദേശം നമ്മുടെ വെർട്ടിബ്രേറ്റ് ഐന്റെ ഒരു സിമിലർ ആയിട്ടുള്ള 3ാമത്തെ ഐ, തേർഡ് ഐ ഉണ്ട്. അതിനെ നമ്മൾ പീനിയൽ ഐ അല്ലെങ്കിൽ പരേറ്റൽ ഐ എന്നൊക്കെ വിളിക്കാറുണ്ട്.
ലൈറ്റ് സെൻസിറ്റീവ് ആണ്, പക്ഷെ വിഷനെ ഹെൽപ്പ് ചെയ്യുന്നതല്ല. ടെമ്പറേച്ചർ സെൻസിറ്റീവ് ആണ്, ലൈറ്റ് സെൻസിറ്റീവ് ആണ്, പക്ഷെ കാഴ്ചയ്ക്ക് കൂടുതൽ സഹായിക്കില്ല. എന്തായാലും ഒരു മൂന്നാമത്തെ തൃക്കണ്ണ് ഈ ഗ്രൂപ്പ് ജീവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സ്ഫിനഡോണിനുണ്ട്. അതിന് പീനിയൽ ആയി അല്ലെങ്കിൽ പറൈറ്റൽ ആയി എന്നാണ് നമ്മൾ വിളിക്കാറ്. ട്വാറ്റാറ കാർണിവോറസ എന്ന് പറഞ്ഞു, അത് കൂടുതലും ഫീഡ് ചെയ്യുന്നത് ഇൻവെർട്ടിബ്രേറ്റ്സിനെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇൻവെർട്ടിബ്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ ഇൻസെക്ട്സും സ്നെയിൽസും അങ്ങനത്തെ സാധനങ്ങളെല്ലാം. പിന്നെ അതുപോലെ നെസ്ലിംഗ് ഷിയർ വാട്ടേഴ്സ് എന്ന് പറയുന്നുണ്ട്. ഇതിന്റെ മറ്റൊരു എടുത്തു പറയേണ്ട പ്രത്യേകത, ഇത് ജീവിക്കുന്ന ആവാസ വ്യവസ്ഥ കുഴികള് മാളങ്ങളൊക്കെ ഉണ്ടാക്കി റോക്സിന്റെ ഏറ്റവും ടോപ്പിലെന്നല്ലേ പറഞ്ഞു, കടൽ തീരത്തിന് അഭിമുഖമായിട്ടുള്ള ഭാഗങ്ങളിൽ. അവിടെ തന്നെ ഒത്തിരി പക്ഷികൾ ബ്രീഡ് ചെയ്യാനും വരാറുണ്ട്. ചില പക്ഷികൾ കുഴി ഉണ്ടാക്കി കുഴിയിൽ മുട്ടയിടുന്ന പക്ഷികളുണ്ട്. അതിൽ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് കെസ്ട്രല്, പിന്നെ അതുപോലെ ഷിയർ വാട്ടർ ഒക്കെയാണ്. അപ്പൊ അങ്ങനെ മുട്ടയിടാൻ വരുന്ന ഷിയർ വാട്ടറേയും ഇടയ്ക്ക് അതിന്റെ കുഞ്ഞുങ്ങളെ പിടിച്ചു തിന്നാറുണ്ട്. അപ്പൊ അതാണ് നെസ്ലിംഗ് ആയിട്ടുള്ള ഷിയർ വാട്ടേഴ്സിനെയും പക്ഷിനെ തന്നെ പിടിച്ചു തിന്നാറുണ്ട് ഇടയ്ക്ക്. അപ്പോൾ അതിനെയും കൂടി ഫീഡ് ചെയ്യാറുണ്ട്. ഇൻവെർട്ടിബ്രേറ്റ്സ് മാത്രമല്ല, നെസ്ലിംഗ് ഷിയർ വാട്ടേഴ്സ് എന്ന് പറയുന്ന വാട്ടർ ബേർഡ് ആണ് കേട്ടോ. ഇതിന്റെ പിക്ചർ ഞാൻ പിക്ചർ ഇതിൽ വെച്ചിട്ടില്ല, പക്ഷെ ഇതിന്റെ ഗ്രൂപ്പിൽ വരുന്ന മറ്റു പക്ഷികളുടെ പിക്ചർ അടുത്ത സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആൻഡ് ഇറ്റ് ഈസ് ഹാവിങ് എൻ ഓട്ടോട്ടോമസ് ടെയിൽ. ഓട്ടോട്ടോമസ് ടെയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത് ചെല്ലുമ്പോൾ വാല് മുറിക്കാൻ പറ്റില്ലേ പല്ലികൾക്ക്, അത്തരം ഒരു ഫീച്ചർ ഇവർക്കും ഉണ്ട്. ഇവരുടെ ഇത്രയും വലിയ വാലാണെങ്കിൽ പോലും അതിനെ മുറിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഇവർക്കുണ്ട്. അതിന് കാരണമാവുന്നത് അതിന്റെ ഈ കോഡൽ വെർട്ടിബ്ര, വാലിലുള്ള വെർട്ടിബ്രയിലെ സെൻട്രം എന്ന് പറയുന്ന പോർഷനിൽ കാർട്ടിലേജിനസ് ആയിട്ടുള്ള ഒരു സെപ്റ്റം ഉണ്ട്. ആ സെപ്റ്റത്തിന്റെ ഭാഗം ഫ്രെജൈലാണ്, പെട്ടെന്ന് ഒടിഞ്ഞു പോകാൻ പാകത്തിലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാല് മുറിച്ച് കളയാനുള്ള ഒരു ശേഷി ഇവർക്കുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പീനിയൽ ഐ ആണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. See, these are some of the water birds, sea birds. കെസ്ട്രൽ എന്ന് പറയുന്ന പക്ഷി, ഫെയറി പ്രിയോൺ. ഈ ഫെയറി പ്രിയോണൊക്കെ മാളം ഉണ്ടാക്കി കഴിഞ്ഞ് എഗ് ലേ ചെയ്ത് ആ കുഞ്ഞ് പോയി കഴിഞ്ഞാൽ, ആ പക്ഷി പറന്നു പോയി കഴിഞ്ഞാൽ, വിരിഞ്ഞിട്ട് പറന്നു പോയി കഴിഞ്ഞാൽ ആ മാളങ്ങൾ അവിടെ ഉണ്ടാവുമല്ലോ. ആ മാളങ്ങളിൽ പോയി പിന്നെ എളുപ്പത്തിൽ കുഴി കുഴിച്ച് അതിനകത്താണ് ഇവർ കൂടുതലും ജീവിക്കാറ്. അത് അധികം അധ്വാനിക്കില്ല. ഇവരുണ്ടാക്കിയ മാളങ്ങളാണ് കൂടുതലും റിലേ ചെയ്യാറ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്വഭാവം കൂടെ സ്ഫിനഡോണിനുണ്ട്. സ്ഫിനഡോൺ നമുക്ക് ഒത്തിരി ഫോസിലുകൾ സ്ഫിനഡോണുമായിട്ട് വളരെ സിമിലർ ആയിട്ടുള്ള ഒത്തിരി ഫോസിലുകൾ കിട്ടിയിട്ടുണ്ട് ജുറാസിക് കാലഘട്ടത്തിലെ. ഹോമിയോസോറസ് എന്ന് പറയുന്ന ഒരു ഫോസിലാണ്, റെപ്റ്റൈൽ ഫോസിലാണ്. ഇത് സ്ഫിനഡോണുമായിട്ട് വളരെ സിമിലർ ആണ്. അപ്പോൾ സ്ഫിനഡോണിന് അതിന്റെ എന്താ പറഞ്ഞാൽ ആന്റിക്വിറ്റി, അതിന്റെ പഴക്കം എന്ന് പറയുന്നത് നമുക്ക് മറ്റേത് റെപ്റ്റൈലിനും അവകാശപ്പെടാൻ പറ്റാത്തത്ര പഴക്കം സ്ഫിനഡോണിന് ഉണ്ട്. സ്ഫിനഡോണിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാം. ന്യൂസിലാൻഡിന്റെ നോർത്തേൺ ന്യൂസിലാൻഡ് ഉണ്ട്, സദേൺ ന്യൂസിലാൻഡ് ഉണ്ട്. നോർത്തേൺ ന്യൂസിലാൻഡ് ഏറ്റവും ടോപ്പായിട്ടുള്ള വശത്തിൽ ഒരു ക്ലിഫ് സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ അതുപോലെ നോർത്തേൺ ന്യൂസിലാൻഡ് തന്നെ താഴെ കുക്ക് സ്ട്രൈറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് മറ്റൊരു പോപ്പുലേഷൻ കാണാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് പോപ്പുലേഷനെയും രണ്ട് സ്പീഷീസ് ആയിട്ട് ഇപ്പോൾ കൺസിഡർ ചെയ്യാറുണ്ട്. ന്യൂസിലാൻഡിന്റെ പൊസിഷൻ നിങ്ങൾക്ക് വേൾഡ് മാപ്പിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ദിസ് ഇസ് എ നോർത്തേൺ ന്യൂസിലാൻഡ്. നോർത്തേൺ ന്യൂസിലാൻഡ് സദേൺ സൈഡും അതുപോലെ തന്നെ ആ സദേൺ ന്യൂസിലാൻഡുമായിട്ട് കണക്ട് ചെയ്യുന്ന ഭാഗത്തെ കുക്ക് സ്ട്രൈറ്റ് എന്നാണ് വിളിക്കുക. ഇവിടെ നിങ്ങൾ കാണാൻ പറ്റും കുക്ക് സ്ട്രൈറ്റിലും നോർത്തേൺ ന്യൂസിലാൻഡ് നോർത്തേൺ സൈഡിലും, അതായത് പെസഫിക് ഓഷ്യനെ അഭിമുഖീകരിച്ചുള്ള ഭാഗങ്ങളിലുമാണ് ഇതിനെ കൂടുതലും കാണാറ്. സോ ദിസ് ഈസ് ദ ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺ ഓഫ് സ്ഫിനഡോൺ ഓർ റിങ്കോസിഫാലിയ. ആൻഡ് ഫൈനലി I'll conclude with some special features of Sphinodon. ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ പോകുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സും കൂടി പറഞ്ഞിട്ടാണ്. അതിൽ കുറേ ഫീച്ചേഴ്സ് ക്രോക്കോഡൈലുമായിട്ട് അവർ ഷെയർ ചെയ്യുന്ന ഫീച്ചേഴ്സ് ആണ്. പിന്നെ ഒരു വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീച്ചറും കൂടി ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, അതിൽ ആദ്യത്തെ ഫീച്ചർ എന്ന് പറയുന്നത് പ്രസൻസ് ഓഫ് എ കംപ്ലീറ്റ് ഹാർഡ് പലേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഓറൽ ക്യാവിറ്റിയും നേസൽ ക്യാവിറ്റിയും, നമ്മൾ ഫുഡ് കഴിക്കുന്ന ക്യാവിറ്റിയും ശ്വാസം എടുക്കുന്ന ക്യാവിറ്റിനെയും വേർതിരിക്കുന്ന ഭാഗമാണ് പലേറ്റ് എന്ന് പറയുന്നത്. വളരെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഹാർഡ് ആയിട്ടുള്ള ഒരു പലേറ്റ് ആണ് സ്ഫിനഡോണിൽ കാണുന്നത്. സാധാരണ ഇതിൽ ഇത്രത്തോളം ഹാർഡ് ആയിരിക്കില്ല മറ്റു റെപ്റ്റൈലിൽ. ക്രൊക്കോഡൈലിലും സ്ഫിനഡോണിലും ഹാർഡ് ആയിട്ടുള്ള പലേറ്റ് ആണ്, കംപ്ലീറ്റ് ആയിട്ടുള്ള പലേറ്റ് ആണ് കാണാൻ കഴിയും. ഇനി രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് കോഡൽ വെർട്ടിബ്ര. ഞാൻ നേരത്തെ പറഞ്ഞു അതിനകത്ത് കാർട്ടിലേജിനസ് സെപ്റ്റം ഉണ്ട്, അതുകൊണ്ട് തന്നെ ഓട്ടോട്ടോമസ് ആണെന്ന് പറഞ്ഞു. മുറിഞ്ഞു പോകാൻ പാകത്തിനുള്ള അറേഞ്ച്മെന്റ് അതിലുണ്ടെന്ന് പറഞ്ഞു. അതിനൊപ്പം തന്നെ ഷെവ്രോൺ ബോൺസ് എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ബോൺസും ഈ കോഡൽ വെർട്ടിബ്രയിൽ കണക്റ്റഡ് ആണ്. അത് ക്രൊക്കോഡൈലിന്റെ ഫീച്ചർ കൂടിയാണ്, ഇവിടെ സ്ഫിനഡോണിലും കാണുന്നുണ്ട്. ഇലിയം എന്ന് പറയുന്ന ബോണ് അത് കുറെ കൂടി ഇറക്റ്റ് ആണ്.
ലിസാർഡ്സിൽ സാധാരണ പല്ലി കാണുന്നതിനേക്കാളും ഇറക്റ്റ് ആയിട്ടുള്ള ഇലിയമാണ്. ഇലിയം എന്ന് പറയുന്നത് ഗേർഡിൽസിലുള്ളതാണ് കേട്ടോ. ലിംബുകൾ അറ്റാച്ച് ചെയ്യുന്ന ഭാഗത്തെ ബോൺസ് ആണ്. ഇലിയം കുറച്ചുകൂടി ഇറക്റ്റ് ആയിട്ടാണ് കാണുന്നത് ലിസാർഡ്സിനുള്ളതിനേക്കാളും. അതും ക്രൊക്കോഡൈലിയുടെ ഒരു മറ്റൊരു ഫീച്ചർ തന്നെയാണ്. അതുപോലെ തന്നെ പ്രിമിറ്റീവ് നമ്പർ ഓഫ് കാർപ്പൽസ്. കാർപ്പൽസ് പറയുമ്പോൾ റിസ്റ്റ് ബോൺസ് ഒക്കെയാണ്. ഈ പാംസിലുള്ള അതിന്റെ ലിംസിന്റെ ഏറ്റവും ടിപ്പിലുള്ള പാംസിന്റെ ഭാഗത്തുള്ള എല്ലുകളുടെ എണ്ണം 10 കാർപ്പൽസ്. കാർപ്പൽസ് ഒക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സ്കെൽറ്റൽ സിസ്റ്റം പഠിക്കുമ്പോൾ പഠിക്കും. കാർപ്പൽസിന്റെ എണ്ണം 10. അത് ക്രൊക്കോഡൈലിലും 10. അതൊരു പ്രിമിറ്റീവ് നമ്പറാണ്. സാധാരണ ലിസാർഡ്സിൽ 10 ഉണ്ടാവില്ല. പിന്നെ ഒരു ക്രൊക്കോഡൈലിൻ ഫീച്ചർ കൂടിയിട്ടുണ്ട്, പ്രീ മാക്സിലറി ആൻഡ് മാക്സിലറി ടീത്ത്. പ്രീ മാക്സിലറി ടീത്ത് ഇവിടെ മോഡിഫൈ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നാലും പ്രീ മാക്സിലറിയും അതുപോലെ മാക്സിലറി ടീത്തും കാണുന്നുണ്ട്. അതും ക്രൊക്കോഡൈലിയുടെ ഒരു ഫീച്ചറാണ്. ഇവിടെ സ്ഫിനഡോണിലും ആ ഫീച്ചർ കാണുന്നുണ്ട്. പിന്നെ ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ പ്രിമിറ്റീവ് ടൈപ്പ് ഓഫ് അയോർട്ടിക് ആർച്ചസ് ആണ് ഇവിടെ കാണുന്നത്. പ്രിമിറ്റീവ് ടൈപ്പ് ഓഫ് അയോർട്ടിക് ആർച്ചസ് ആൻഡ് പ്രസൻസ് ഓഫ് ഡക്ടസ് ബൊട്ടൈലി. ഈ അയോർട്ടിക് ആർച്ച് എന്താണ്, ഡക്ടസ് ബൊട്ടൈലി എന്താണെന്നുള്ളത് നിങ്ങൾ സർക്കുലേറ്ററി സിസ്റ്റം പഠിക്കുമ്പോൾ പഠിക്കും. എന്തായാലും സർക്കുലേറ്ററി സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ട് അയോർട്ടിക് ആർച്ച് പ്രിമിറ്റീവ് ആണെന്നുള്ളതും അതിൽ ഡക്ടസ് ബൊട്ടൈലി എന്ന് പറയുന്ന സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ചേംബർ ഉണ്ട് എന്നുള്ള ഒരു കണക്ഷൻ ഉണ്ട് എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദി വെരി സ്പെഷ്യൽ സ്ഫിനഡോൺ ആൻഡ് ദി ഗ്രൂപ്പ് in which they belongs to, Rhynchocephalia. So thank you so much.